ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണൊക്കെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സദ്യ സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ 30 പേർക്കുള്ള അവിയലാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചക്കറികളെല്ലാം ഒരേ വലിപ്പത്തിനും ഒരേ അളവിലാണ് ഞാൻ എടുത്തുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉടഞ്ഞു പോവാത്ത പച്ചക്കറികളൊക്കെ ഇതിലേക്ക് എടുക്കാം. ക്യാരറ്റ്, അതുപോലെ തന്നെ പച്ചക്കായ, പിന്നെ മുരിങ്ങക്കായ, അതുപോലെ തന്നെ ചേന, വെള്ളരിക്ക, പടവലങ്ങ, പിന്നെ അച്ചിങ്ങപ്പയർ, പിന്നെ കോവക്ക നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാട്ടെ. എനിക്ക് പഴുത്തതാ കിട്ടിയത്. പിന്നെ ഇവിടെ ബീൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അല്ല കേട്ടോ, സോറി, ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി. എൻ്റെ മുളക് പൊടി കുറച്ച് കളറ് കൂടുതലുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊരു കളർ മുന്നിട്ട് നിൽക്കൂട്ടാ. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണിൽ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റോളം ഇത് ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വാടി വരും നമ്മളിത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ആദ്യം ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചത് വെച്ചാൽ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണ്ട. അങ്ങനെ വേവിച്ചെടുത്താൽ നമ്മുടെ കഷ്ണങ്ങളൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പും തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ജാറിലേക്ക് ഇവിടെ 2.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2.5 കപ്പ് തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 8 10 ചെറിയ ഉള്ളി എടുക്കുക. പിന്നെ 1/4 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം, പിന്നെ ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കഷ്ണങ്ങളിലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം നമ്മൾ ഉപ്പ് കഷ്ണങ്ങളിലേക്ക് ഇപ്പം ചേർത്തിട്ടില്ല കേട്ടോ. ഒരു 1/2 ഭാഗം വേവാകുമ്പോഴാണ് ചേർത്ത് കൊടുക്കുള്ളേ. പരപ്പ് അവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഇവിടെ കഷ്ണങ്ങളും ആവശ്യത്തിന് ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ എത്ര ഇളക്കി കൊടുത്താലും ഇത് ഉടയില്ല കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കുമ്പോൾ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് ഇങ്ങനെ കുഴഞ്ഞ പോലെ ആവും. അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്നും ഇളക്കി എടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയിൽ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങ ഒതുക്കി വെച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കുമ്പോൾ ഉപ്പിടാതിരുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടല്ലല്ലോ വേവിച്ചെടുക്കുന്നത്. ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കഷ്ണം അതുപോലെ തന്നെ തേങ്ങ ഒതുക്കിയതും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തട്ടിക്കൂട്ടി വെക്കുന്നു. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റോളം ഒന്ന് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 3 സാധനം ചേർത്ത് കൊടുക്കാണ്ട്: വേപ്പില, വെളിച്ചെണ്ണ, തൈര്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളിയുടെ നീരും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു അവിയലിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇതാ വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക.
കുറച്ച് നേരം നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈരിലും ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കഷ്ണങ്ങളിലും തൈരിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക കേട്ടോ. നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. തൈര് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലർക്ക് നല്ലോണം ഇങ്ങനെ ലൂസായിട്ട് വേണ്ടി വരും, ചിലർക്ക് ഇതുപോലെ തന്നെ കുറച്ച് കുഴമ്പായിട്ടാവും, ചിലർക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് എടുക്കാനാവും ഇഷ്ടം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുത്താൽ മതിയേ. തൈരൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒരുപാട് ചൂടോട് കൂടിയിട്ടൊന്നും തൈര് ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു 2.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇപ്പം തന്നെ എടുക്കണേ ഇപ്പം തന്നെ എടുക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് കുറച്ച് വൈകും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലേക്ക് ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചെയ്യുന്ന റെസിപ്പി തന്നെ ആയിരിക്കാം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.